ജോലിയൊക്കെ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് നമുക്കിതൊന്ന് നടത്തിയേക്കാം. ഞങ്ങൾക്ക് ഒറ്റ മകനാണേ. വന്നു കയറുന്ന മരുമകളെ സ്വന്തം മകളായിട്ട് തന്നെ കാണുന്നു. ആ മോൾ എഴുന്നേറ്റോ? എന്തിനാ ഇത്ര വെളുപ്പിനെയൊക്കെ എഴുന്നേറ്റത്? ഇവിടെ അങ്ങനെ വെളുപ്പിനെ എഴുന്നേക്കുന്ന ശീലമൊന്നും ആർക്കില്ല. ഇനി എനിക്ക് വർഷങ്ങളായിട്ടുള്ള ശീലം വെളുപ്പിനെ എഴുന്നേക്കാന്നാണ്. മോള് പോയി കുറച്ച് നേരം വെക്കണം. ഏതായാലും മോൾ അവനെ വിളിച്ചുണർത്താനൊന്നും നിൽക്കണ്ട. അവന് വെളുപ്പിന് എഴുതുന്നത് ഭയങ്കര കളിയാണ്. 9 മണി വരെ കിടന്നിറങ്ങുന്ന അവന് ശീലം. പ്രത്യേക സ്വഭാവക്കാരനാണ്. ഓക്ക് വഴിയെ മനസ്സിലാവും. ദേവു, എന്താണ് ഒരാഴ്ചയായില്ലേ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്? എന്തിനാ ഈ 2 മാലയൊക്കെ? ഒരെണ്ണം ഇങ്ങൂരി തന്നേര്. കള്ളന്മാരുടെ ശല്യം ഭയങ്കരമാണേ. ഒരെണ്ണം ഇങ്ങൂരിയത്. ഏതായാലും നമ്മളെങ്ങും പോകുന്നില്ലല്ലോ. ആ വളയും കൂടി ഇങ്ങൂരിയത് മോളെ. പാത്രം കഴിയുമ്പോഴേ ചളുങ്ങും. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ പറ. എനിക്ക് തുടർന്ന് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് പഠിപ്പിക്കാനൊക്കെ തന്നെ. അത് കൊള്ളാം. കല്യാണത്തിനും അങ്ങനെ പലതും പറഞ്ഞിരിക്കും. എന്നിട്ട് അതൊക്കെ നടക്കണമെന്നുണ്ടോ? ആ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയല്ലോ. എന്നിട്ട് വീട്ടുകാരെ കുറിച്ച് ഒരു വിവരം ഇല്ലല്ലോ. 1 ലക്ഷം രൂപയും 10 പവനും അതായ ഒരു MBA-ക്കാരനായി എനിക്ക് കിട്ടിയത്. എന്നിട്ട് അവർക്ക് പഠിക്കണം പോലും. നിന്നെ പഠിപ്പിച്ച് കളക്ടറാക്കാനാണല്ലോ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. മര്യാദയ്ക്ക് വീട്ടിലെ ജോലി ചെയ്തൊന്ന് ജീവിച്ചേച്ചാൽ മതി. വരുന്നേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ? കല്യാണത്തിന് മുന്നേ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. സ്ത്രീയാണ് തരാൻ എന്നല്ലേ പറഞ്ഞത്? കല്യാണത്തിനും അങ്ങനെ പലതും പറഞ്ഞിരിക്കും. പിന്നെ നാളെ നേരെ പെണ്ണ് കണ്ട് നടന്നിട്ട് കല്യാണം നടക്കാതെ വന്നപ്പോ ഇങ്ങനെ പലതും പറഞ്ഞു. എന്നും പറഞ്ഞാൽ അതെല്ലാം നടപ്പിലാക്കണമെന്നുണ്ടോ? എടി ദേവിയെ, കുറച്ച് വെള്ളം എടുത്തോണ്ട് വടി. നിന്നോട് ചൂടുവെള്ളമാണോ ഞാൻ ചോദിച്ചത്? ചൂടില്ലാതെ പച്ചവെള്ളം കൊണ്ടുവന്നു. ഹലോ അമ്മ, എനിക്കിവിടെ ജീവിക്കണ്ടമ്മ. സ്ത്രീധനത്തിന്റെ പേരിൽ എന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. ഞാനങ്ങ് വരട്ടെ. നമ്മൾ പെണ്ണുങ്ങൾ വേണ്ട മക്കളെ ക്ഷമിക്കാനായിട്ട്. നീ ഇപ്പോൾ അവിടുന്ന് പിണങ്ങി വന്നിരുന്നെങ്കിൽ ബന്ധുക്കളും നാട്ടുകാരും എന്തു പറയും? അവരെ ബോധിപ്പിക്കണ്ടേ നമ്മൾ? നീ ഇപ്പം എങ്ങനെയെങ്കിലും സഹിച്ചവിടെ ജീവിക്കുക, ക്ഷമിക്കുക, എങ്ങനെയെങ്കിലും ജീവിക്കുന്നു. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. സ്ത്രീധനം ഒരു കുരുക്കായി മാറാതിരിക്കട്ടെ.